നമസ്കാരം. ആയുർചര്യയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ടിപ്സുകൾ ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ടിപ്സുകളൊക്കെ തന്നെ ചെയ്യുന്നത് എല്ലാം ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇതാണെങ്കിൽ നമുക്ക് പുറമെ പോയിട്ട് അതായത് ആയുർവേദ ഷോപ്പിലൊന്നും പോയിട്ട് മരുന്നൊന്നും തരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ സ്ഥിരം എന്നുള്ള പോലെ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു വസ്തുവാണെന്ന് ഉപയോഗിച്ചിട്ടുള്ള മറ്റൊന്നുമല്ല, നമ്മുടെ മുട്ട വെള്ളയാണ്. മുട്ട വെള്ള മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. മഞ്ഞക്കരു നമുക്ക് ഉപയോഗിക്കാം, വളരെയധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ് മഞ്ഞക്കരു എന്നുള്ളത്. പക്ഷേ എല്ലാവർക്കും തന്നെ ഇതിന് സ്മെല്ല് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം പേഴ്സണലി എനിക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ മുട്ട വെള്ളയാവുമ്പോൾ ആ വെള്ളയ്ക്ക് പോലും സ്മെല്ലില്ലാത്ത രീതിയിൽ വളരെ റിഫ്രഷ്മെൻറ്റ് കിട്ടുന്ന രീതിയിലുള്ള കുറച്ച് ടിപ്സുകൾ ആണ് ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം സാധാരണയായിട്ട് മുട്ട വെള്ള പലരും നമ്മൾ സ്കിന്നിലേക്കായാലും ഹെയറിലേക്കായാലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ശരിയായ ചില രീതികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പരിചയപ്പെടുന്നത്. ഉള്ളിലേക്ക് കഴിച്ചാൽ മുട്ടയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. മുട്ടവെള്ളയിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം എന്നുള്ള മിനറൽ 54 മില്ലിഗ്രാം വരെ ഈ ഒരു മിനറൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഡെഡ് സ്കിൻ സെൽസ് അല്ലെങ്കിൽ മൃതകോശങ്ങളൊക്കെ നീക്കം ചെയ്യാനും അവിടെ നല്ല സെൽസിനെ വളർത്തി ആ ഒരു റിപ്പയർ നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഈ ഒരു മിനറലാണ്. അപ്പോൾ അത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് മുട്ടവെള്ള എന്നുള്ളത്. അതുപോലെ തന്നെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന് റൈബോഫ്ലാവിൻ ധാരാളമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഫ്രീ റാഡിക്കൽസ് കൊണ്ടുണ്ടാവുന്ന ചില സ്കിൻ ഡാമേജ് അല്ലെങ്കിൽ ടിഷ്യൂ ഡാമേജ് ഒക്കെ ഉണ്ടാവും. നേരിട്ട് സൂര്യപ്രകാശം ഏറ്റാലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു റൈബോഫ്ലാവിൻ എന്നുള്ള. റൈബോഫ്ലാവിനും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളതിനാൽ നമുക്ക് സ്കിന്നിൽ ഉണ്ടാവുന്ന ചുളിവുകൾ വരുന്ന അല്ലെങ്കിൽ റിങ്കിൾ ലൈൻസ് അതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞ് ഈ ഒരു ചുളിവുകളെയൊക്കെ നികത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അപ്പം ഒരു ഏജ് കഴിഞ്ഞാൽ എല്ലാവർക്കും അനുഭവപ്പെടുന്ന പ്രശ്നമാണ് സ്കിന്നും നമ്മുടെ സ്കിന്നിന് പ്രായമായി വരും. അതിനനുസരിച്ചിട്ട് ചില വരകളും ചുളിവുകളും ഒക്കെ വിടാൻ സാധ്യതയുണ്ട്. അപ്പം എന്തായാലും ഒരു കുറച്ചൊരു ഏജ് കഴിഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും വരുന്ന പ്രശ്നമാണിത്. പക്ഷേ എങ്കിൽ പോലും വളരെ നേരത്തെ തന്നെ ചില സ്കിൻ കെയർ ഒന്നും നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ചുളിവുകൾ വളരെ നേരത്തെ ചില സ്കിന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ കെയറിലൊക്കെ തന്നെ നമ്മൾ ചെറിയ പിഴവുകളൊക്കെ വരുത്തി കഴിഞ്ഞാൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ ചുളിവുകൾ വരാനുള്ള സാധ്യത. കൈകളിലും കാലുകളിലും ഒക്കെ തന്നെ തുടക്കത്തിൽ കാണപ്പെടാം, പിന്നെ മുഖത്ത് പെട്ടെന്ന് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടിപ്പ് കൂടിയാണിത്. ഇതിൽ മുട്ട വെള്ള നമുക്ക് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് കാണുന്നത് ഇത് ഓയിലി സ്കിൻകാർക്കാണ്. ഇത് അതല്ലാതെ നമുക്ക് ഡ്രൈ സ്കിൻകാർക്കും എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാം. പക്ഷെ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ വ്യത്യാസമുണ്ട്. മുട്ട വെള്ള നമ്മൾ സ്കാൽപ്പിലേക്ക് ആയാലും ഉപയോഗിക്കുന്ന 1-2 ടിപ്പൊക്കെ ഞാൻ പറയാം. അത് മാത്രമല്ല ഒരുപാടേറെ ടിപ്സുകളുണ്ട് മുട്ട വെള്ള മാത്രം ഉപയോഗിച്ചിട്ട്. അപ്പം വളരെ ചുരുങ്ങിയ രീതിയിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, അവർക്ക് ഈ ഒരു മുട്ട വെള്ളയും നാരങ്ങയുടെ നീരും, അത് ഒരുപാടൊന്നും വേണ്ട, ഒരു ടീസ്പൂൺ കണക്കിന് മതി, ഒരു ചെറിയ ടീസ്പൂണും ഒരു മുട്ട വെള്ളയും കൂടെ നന്നായിട്ട് ഫോർക്ക് കൊണ്ട് അടിച്ചെടുത്തിട്ട് അതൊന്ന് പതഞ്ഞ് വന്നാൽ അത് മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി ഒരു പീൽ ഓഫ് മാസ്ക് രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ടിഷ്യൂ ഒന്ന് അമർത്തി വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം കഴുത്തിൻ്റെ ഈ ഭാഗത്തു നിന്നും മുകളിലേക്കായിട്ട് അത് പറിച്ചെടുക്കാൻ സാധിക്കും. അപ്പം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ സ്കിന്നിനുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ്. ഒരു നാച്ചുറൽ പീൽ ഓഫ് മാസ്ക് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം. വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഓക്കെ ആണെന്നുള്ളവർ അതും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പം ഈ സെബം പ്രൊഡക്ഷനെ മാനേജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓയിലി സ്കിൻ ടൈപ്പിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി അത് ഡ്രൈ സ്കിൻകാർക്കാണ് ഈ ഒരു പ്രശ്നം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അതിലേക്ക് ആയുർവേദ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുങ്കുമാതി തൈലം വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു കുങ്കുമാതി തൈലം ഏതെങ്കിലും ഒരു ഓയിൽ കണ്ടൻറ്റും കൂടെ അതിൽ മിക്സ് ചെയ്യുക. നാരങ്ങ നീര് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഞാൻ പറഞ്ഞ പോലെ കുങ്കുമാതി തൈലോ നാൽപ്പാമരാതി തൈലോ ഏതെങ്കിലും ഒരു സ്കിൻ കെയർ ഓയിൽ, ക്യാരറ്റ് ഓയിലോ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതൊന്നുമില്ല എങ്കിൽ
അല്പം വെളിച്ചെണ്ണ ചേർക്കാം, ഒലീവ് ഓയിൽ, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, ഇതൊക്കെ നമുക്ക് ചേർക്കാം. ഇത് ജസ്റ്റ് ഒരുപാടൊന്നും ചേർക്കേണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പൂൺ ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും ഇതുപോലെ തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ഇതൊന്നുമല്ലാതെ വളരെ എഫക്റ്റീവായിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതും എന്നാൽ വിൻ്റർ സീസൺ അല്ലെങ്കിൽ ഈ ഒരു തണുപ്പ് കാലത്ത് ഡ്രൈ സ്കിൻകാർക്ക് അത്ര തന്നെ ഒരു മുഖം നന്നായിട്ട് മാറ്റം വരും, അല്ല നല്ലൊരു ബ്രൈറ്റ്നസ് ഒക്കെ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തെ പിമ്പിൾസ് മാറും, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പ്രശ്നങ്ങൾ പോവും, അതുപോലെ ക്ലിയർ സ്കിന്നായിട്ട് കിട്ടും. പക്ഷേ സ്കിന്ന് കുറച്ചുകൂടെ ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ടിപ്പ്. പക്ഷേ എങ്കിലും അല്പം ഓയിൽ മസാജൊക്കെ ചെയ്തിട്ട് പിന്നീട് ഒരു ടോണറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നവും മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാനിവിടെ നിന്ന് സൂചിപ്പിക്കാം. മുട്ടയുടെ വെള്ളയാണ് നമുക്ക് ആവശ്യമുള്ളത്. മുട്ട വെള്ളയിലേക്ക് അല്പം ഒരു അര സ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂൺ, ഞാൻ ചെറിയ ടീസ്പൂൺ കണക്കിനാണ് എടുത്തിട്ടുള്ളത്, ഒരു മുട്ട വെള്ളയെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ പഞ്ചസാര പൊടിച്ചത്, നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് സ്പൂൺ മാറ്റിയിട്ട് ഞാൻ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഫോർക്ക് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോഴൊരു 10, 15, 20 മിനിറ്റൊക്കെ ചെയ്യണം. സത്യാവസ്ഥ അതാണ്. കാരണം അതല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണ് കാണിച്ചത്. ഇനി നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിക്കാം, അതല്ല ഹാൻഡ് ബീറ്റർ ആണെങ്കിൽ അത് ഉപയോഗിക്കാം, അതല്ലാത്ത നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന പ്ലഗിൽ കുത്തിയിട്ടുള്ള ആ ഒരു ബീറ്റർ ആണെങ്കിൽ അതൊക്കെയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ പണി തീരും. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു സൂത്രപ്പണി കാണിച്ചത് തുടക്കത്തിൽ ഫോർക്ക് കൊണ്ടാക്കിയെങ്കിലും കുറച്ചധികം സമയം ഇതുപോലെ ചെയ്യേണ്ടതിനാൽ ബീറ്റർ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൗകര്യം പോലെ മാറ്റം വരുത്താം. ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് പതഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് അല്പം നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അല്പം സ്വീറ്റ് ആൽമണ്ട് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റിലെ ആൽമണ്ട് ഓയിൽ ലാസ്റ്റ് എടുക്കാം. ബീറ്റ് ചെയ്യുന്നതിന് മുൻപേ വേണമെങ്കിൽ ആ ഒരു നാരങ്ങ നീര് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് പതഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് മുഖത്ത് നന്നായിട്ട് റൗണ്ടിൽ മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് പിന്നീട് ഉണങ്ങിക്കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കളയാം. ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു തെറ്റും ഇല്ല. ഇനി ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലൊക്കെ ചേർക്കുന്ന ഭാഗം സ്കിപ്പ് ചെയ്യാം. ബാക്കി ഭാഗം അതേപോലെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മുട്ട വെള്ളയിൽ ധാരാളമായിട്ട് ല്യൂട്ടിൻ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് എപ്പോഴും തന്നെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കിയിട്ടും അല്ലെങ്കിൽ ആ ഒരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നിലനിർത്തിക്കൊണ്ട് കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാനും സ്കിൻ ഗ്ലോ ചെയ്ത് നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്പുകളാണ് ഞാനിതിൽ പറഞ്ഞതൊക്കെ തന്നെ. സ്കിന്നിലേക്കും സ്കാൽപ്പിലേക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ് മുട്ട വെള്ളയിൽ അല്പം ഒലീവ് ഓയിൽ കൂടെ മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത്. അതുപോലെ ഡ്രൈ ആയിട്ടുള്ള മുടിയുള്ളവർക്ക്, ഡ്രൈ ഹെയറിനുള്ള ഒരു ടിപ്പാണ്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് 2 മുട്ട വെള്ളം എടുക്കുക, അതിലേക്ക് 1 സ്പൂൺ ഒലീവ് ഓയിൽ ചേർക്കാം, 1 സ്പൂൺ തേന് കൂടെ, ശുദ്ധമായ ചെറുതേനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റിന് ശേഷം കഴുകി കളയാവുന്നതാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ചെയ്യാൻ പറ്റുന്നതും എല്ലാ ഹെയർ ടൈപ്പിനും ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു രീതിയാണ്. അതിപ്പം ഡ്രൈ സ്കാൽപ്പാണെങ്കിൽ അല്പം ഓയിൽ ചേർക്കാം, ഓയിലി സ്കാൽപ്പാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ചെയ്താൽ മതി. ഇതിലേക്ക് 2 മുട്ടയുടെ വെള്ളം ചേർക്കാം, അതുപോലെ തന്നെ 2 സ്പൂൺ തൈര് കൂടെ ചേർത്തിട്ട്, കട്ട തൈര്, ഒരുപാട് പുളിയില്ലാത്ത തൈര് ചേർത്ത് മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിലും ഫേസിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് വരുന്നൊരു സംശയം, എപ്പോൾ ഉപയോഗിക്കാം എന്നുള്ള ഒരു സംശയം വരാം. ഇത് ഒരിക്കലും തന്നെ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കരുത്. പുറമേ ഒക്കെ പോയി വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന, കരുവാളിപ്പ് മാറാൻ ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് മുട്ടവെള്ളയും തൈരും കൂടെയുള്ള ഒരു മിക്സ്. ഇത് ചെയ്യേണ്ട സമയം ആഴ്ചയിൽ 1 തവണ, മാക്സിമം 2 തവണ, അതിൽ കൂടുതൽ ചെയ്യേണ്ടതില്ല. കാരണം സ്കിന്നിന് എപ്പോഴും ആ ഒരു പ്രോട്ടീൻ കണ്ടൻറ്റ് കിട്ടാനും അല്ലെങ്കിൽ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാനും ഒക്കെ സഹായിക്കുന്നത് ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ്. ഡെയിലി ഇത് ചെയ്യുന്നത് ഗുണത്തിലേറെ ദോഷം ചെയ്യും. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള ടിപ്പുകളൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ്. അത് തീർച്ചയായും നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും മാച്ചായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കണ്ടതിന് ശേഷം മറ്റുള്ളവരിലേക്കും കൂടെ ഇത്തരം വീഡിയോസൊക്കെ തന്നെ ഷെയർ ചെയ്തെത്തിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി ഉടനെ തന്നെ കണ്ടുമുട്ടാം. നന്ദി.